ഇറങ്ങി വന്ന വീണ് കിടക്കുമ്പോൾ ഡയറക്റ്റ് ഇങ്ങ് ഓടിപ്പോന്നു. ഓടിപ്പോന്ന് ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തോളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നു. അതാ ചോര, അല്ലാതൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്ന് വരില്ല. പക്ഷെ ആളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. അതപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. അതിൽ കാര്യമൊന്നുമില്ല. വലിയ ശബ്ദമായിരുന്നോ? ബിൽഡിംഗ് കഴിയുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ. എത്ര ശബ്ദം? ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നതാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അത് മരണം സംഭവിക്കത്തക്ക അങ്ങനൊന്നുമില്ല. അങ്ങനെ മരിക്കുന്നില്ല. അവർക്ക് ഇത് വീണ അവളെ ഇത് സ്ട്രെച്ചറെ അങ്ങനെ ഏതാണ്ട് ബാത്റൂമിൽ വന്നിട്ട് വീണതാ. അല്ലാതെ അതിന് സാരമായിട്ട് മരിക്കില്ല. ദേഹത്ത് ഇച്ചിരി മുറിവുണ്ട്. കാരണം 2 പില്ലറിനിടയിൽ ഇമിങ്ങിയൊന്നും അല്ലായിരുന്നു. ആ വീണേന്റെ ദേഹത്തൊക്കെ അങ്ങനെ ഒരു പരിക്ക്. ഒരാളെ ഞാൻ ബാത്റൂമാണ് വീണത്. അത് നോർമലായിട്ടുണ്ട്. ഇത്ര പാഴക്കോടവും പിന്നെ മാത്രമല്ല ബാത്റൂം എന്ന് പറയാൻ അറിയാം. വെള്ളം എപ്പോഴും കണ്ടിന്യൂ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നനവ് വരും. ഇപ്പം മഴക്കാലമാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അല്ലാതെ ഒരു പിടിയില്ല ചേട്ടാ. ഞാനിവിടെ വാടി പേരപ്പൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ വന്നപ്പോ ഒരാൾ അതിപ്പം എല്ലാവരും കേരളം എന്ന് പറഞ്ഞപ്പം അത് കരയുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കയറി എടുത്തോണ്ട്